കേരളത്തിലെ ഒരു അഭിമാന ക്ഷേത്രത്തിലെ മുതൽ കടൽ കടന്നു പോയെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ? ആരും അറിയണ്ടേ? ശ്രീ വി എസ് സുധീന്ദ്രൻ. ഹാഷ്മി, ഇത് ആദ്യം മുതൽ തന്നെ BJP പറയുന്നത് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാതലായ കാരണം ഇതാണ്. അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു 487 ഗ്രാം സ്വർണം ഉരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തൊരു തട്ടിപ്പൊന്നുമല്ല ഇത്. ആദ്യം മുതൽ തന്നെ BJP പറയുന്നത് ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വിഗ്രഹക്കടത്ത് സംഘത്തിന് കൃത്യമായിട്ട് ബന്ധമുള്ള വലിയ തട്ടിപ്പാണ് എന്ന് ആദ്യം മുതൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ SITക്ക് ഇക്കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, SIT അന്വേഷണം മതിയാകില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും പോറ്റിയുടെയൊക്കെ മൊഴി ഞങ്ങളിത് ഉരുക്കി എടുത്തു അല്ലെങ്കിൽ ഉരുക്കി മാറ്റി സ്വർണം വെച്ചു. ഗോവർദ്ധൻ, ഉദാരമനസ്കനായ ഗോവർദ്ധൻ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണക്കട്ടി കൊണ്ടുവന്ന് SITക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിൽക്കുകയാണ്. ഈ കണ്ണി പൊട്ടിച്ച് മുമ്പോട്ട് പോകാൻ SITക്ക് സാധിക്കുന്നില്ല. ഈ മൊഴിയെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ SIT കൊണ്ട് സാധിക്കുന്നില്ല. ആകെ ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ VSSന്ന് വരുന്ന മറ്റേ സ്വർണം സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് അടുത്ത മൊഴി വരുന്നത്. ഡി മണി, ദുബായ് മണി, ഏതോ ഡിങ്കോൾഫി മണി, ആ മണിക്ക് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി 2020 ഒക്ടോബർ മാസം 26 ഒരു വണ്ടി നിറയെ പണം വന്നു ഹോട്ടലിൽ വെച്ച് ഏതോ ഉന്നതന്, ശബരിമലയെ ബന്ധമുള്ള ഉന്നതന് കൈമാറി അത് വീതം വെച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ ഇവിടെ ശ്രീ മഹേഷൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ അവിടെ പഞ്ചലോക വിഗ്രഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആകെയുള്ളത് പ്രധാന വിഗ്രഹം പഞ്ചലോകത്തിൽ പൊതിഞ്ഞാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ചിലപ്പോൾ അത് 18-ാം പടിയുടെ ഭാഗങ്ങളായിരിക്കും. 2015 പടി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളായിരിക്കാം ഈ കൊണ്ടുപോയതേക്കാകും. അപ്പോൾ ഇതും പരിശോധിക്കേണ്ടി വരുന്നു. അപ്പോൾ വലിയ വലിയ മാനങ്ങളിലേക്ക് ഈ തട്ടിപ്പ് പോവുകയാണ്. അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നവർ പലരും പൊതിഞ്ഞു പറയുകയാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പറയണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, VD സതീശൻ അദ്ദേഹം പറയുകയാണ് 2 IPS ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ അവർ ഇടപെടുന്നു, SITക്ക് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല, അവരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അവിടെ രാഷ്ട്രീയം കളിക്കുകയല്ലേ. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞെന്താണ്, സമയമാകുമ്പോൾ വരും. എപ്പോൾ വരും ഈ നമ്പർ? അത് പറയണ്ടേ? എന്തിനാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുന്നത്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? കോടിക്കണക്കിന് വിശ്വാസികളുടെ പ്രശ്നമല്ലേ? തുറന്നു പറയാൻ തയ്യാറാകണം. ഇന്ന ഉദ്യോഗസ്ഥർക്ക് A, B, അത് ആരാണ്? ആ 2 പേരുടെയും പേര് പറഞ്ഞ് അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. കടകംപള്ളിയുടെ പേര് പറയാൻ മടിയില്ലല്ലോ. കടകംപള്ളി ഇപ്പം ഉറങ്ങാൻ സാധിക്കുന്നില്ല, സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ കടകംപള്ളിയുടെ പേര് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ തയ്യാറാണ്. എന്തുകൊണ്ട് 2 ഉദ്യോഗസ്ഥരുടെ പേര് പറയാൻ പ്രതിപക്ഷ നേതാവ് മടിക്കുന്നു? അപ്പോൾ ഇതിനകത്തെല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നോക്കൂ, സുരേഷ് കുമാറിന്റെ രാഷ്ട്രീയം എന്താണ്? എന്തിന് ഞങ്ങളുടെ പാർട്ടിയെ പറയുന്നുള്ളത്? ഇതുവരെ പുറത്താക്കിയിട്ടില്ലല്ലോ സാർ. പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങ് എന്താ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്? ഞങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് ഫൈനൽ കോടതി ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഞങ്ങൾ പുറത്താക്കിക്കൊള്ളാം. ഏത് കാലത്താണ് സാർ? അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരപരാധിയാണോ, സഖാവാണോ? അത് നിങ്ങൾ പറയാൻ തയ്യാറാണ്ടേ? കിടക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തെറ്റുകാരാണ്, ഞങ്ങളുടെ പത്മകുമാറും വാസു സാറും തെറ്റുകാരല്ല. ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അല്ല ജിതിൻ, ഞാൻ എൻ്റെ ചോദ്യം മറുപടി പറഞ്ഞില്ല. ഇത് കടൽ കടന്ന് ഇപ്പം അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പ്രവാസി വ്യവസായിയുടെ മൊഴിപ്രകാരം ഈ സാധനം കടൽ കടന്നു പോയി. ഇത് കടൽ കടന്ന് ഏതേതോ രാജ്യങ്ങളിലേക്ക് പോയി. എവിടെയാണെന്ന് ആർക്കറിയാം? അങ്ങനെ കടൽ കടന്നു പോയെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വത്ത് പോയതിൽ കേന്ദ്രത്തിന് പങ്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കേന്ദ്രത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഹാഷ്മി, ആന്റിക് ലൈസൻസ് എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ഇത് ആന്റിക് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ കൃത്യമായി സുതാര്യതയില്ലാത്ത പങ്കജ് ഭണ്ഡാരിയുടെ മന്ത്ര ഗോൾഡിനും മറ്റ് സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ഈ സാധനം പൊളിക്കാനും പരിശോധിക്കാനും മാറ്റം വരുത്താനും രൂപം മാറ്റാനും അല്ലെങ്കിൽ പൊതിയാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തവരല്ലേ തെറ്റുകാർ? ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ആന്റിക് ലൈസൻസ് ഉള്ള സഹോദര സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഇവരുടെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. നോക്കൂ, പങ്കജ് ഭണ്ഡാരിയുടെ അവസാനം വരുന്ന മൊഴി അനുസരിച്ച് ഇത് പൊതിയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗുജറാത്തിൽ നിന്നോ എങ്ങാണ്ടെന്നോ ഒരാളെ കൊണ്ടുവന്നു, ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഏതൊക്കെയോ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ, തട്ടിപ്പ് സ്ഥാപനങ്ങൾക്കാണ് ഇതെല്ലാം കൊണ്ടുതരുന്നത്. ഇത് ഏത് വർഷമാണ് ഹാഷ്മി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പടന്നിരിക്കുന്നത്? 2019, 2020 ആ സമയത്താണ് യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ളത് നടപ്പിലാക്കിക്കൊണ്ട് ശബരിമലയെ തകർക്കുവാനുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇറങ്ങിയത്. ആ സമയത്താണ് ഈ തട്ടിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാടിന്റെ ഒരു സ്വത്ത് കടൽ കടന്ന് അനധികൃതമായി, അതും കേരളത്തിലെ ഏറ്റവും അഭിമാനസ്തംഭമായ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന സ്വത്തുക്കൾ കടൽ കടന്നു പോയെങ്കിൽ അത് രാജ്യത്തെ ഈ പറയുന്ന രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. നമുക്ക് അതിലേക്ക് എത്താം. കടത്താൻ നിൽക്കുകയല്ലേ സിസ്റ്റം. ശരി, നമുക്ക് അതിലേക്ക് എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.